ജനനായകൻ സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിഷ്ണു VS വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, എന്താണ് ജനനായകൻ അനുകൂലമായ വിധിയാണ് വന്നിരിക്കുന്നത്? വിജയ് ചിത്രത്തിന് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നു. വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ജനനായകനാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ പല മാനദണ്ഡങ്ങളും കാണിച്ച് സെൻസർ ബോർഡ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നു. UA 60+ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കോടതി നൽകിയിരുന്നത്. അത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ കാണുകയും പിന്നീട് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു. മദ്രാസ് കോടതിയാണ് ഇന്ന് 10:30 നിർമ്മാതാക്കൾക്ക് അനുകൂലമായ വിധി നൽകിയിരിക്കുന്നത്. സിനിമയ്ക്ക് അനുമതി നൽകണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി പ്രസ്താവിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നത് വിചിത്രമായ കാര്യമാണ്. കാരണം പല സിനിമയുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരുന്നത് തൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യമല്ല എന്ന് തക്ക വിധത്തിലുള്ള പ്രസ്താവനകൾ നേരത്തെ കോടതി നൽകിയിരുന്നു. പക്ഷേ ജനനായകൻ്റെ കാര്യം വന്നപ്പോൾ, സെൻസർ ബോർഡ് അനുമതി നൽകാതെ വന്നപ്പോൾ നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തിനാണ് ഇതുപോലൊരു അനുമതി നൽകാമെന്ന് പറഞ്ഞിട്ട് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് കോടതി വിധി പറയുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നായിരുന്നു സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഉൾപ്പെടെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കോടതി ഇന്ന് വിധി പറയുന്ന സാഹചര്യത്തിൽ റിലീസിംഗ് ഡേറ്റ് ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്ന് 10:30 മദ്രാസ് കോടതി വിധി പറഞ്ഞപ്പോൾ ജനനായകനും നിർമ്മാതാക്കൾക്കും അനുകൂലമായ വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സെൻസർ ബോർഡ് സിനിമയ്ക്ക് അനുമതി നൽകണമെന്ന് ആരാധകർക്കും അതുപോലെ വിജയ് ആരാധകർക്കും അതുപോലെ നിർമ്മാതാക്കൾക്കും അനുകൂലമായ അവർക്ക് സന്തോഷം നൽകുന്ന വിധി മദ്രാസ് കോടതി പറഞ്ഞിരിക്കുകയാണ്. വിഷ്ണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിജയ് സിനിമ എന്ന നിലയ്ക്കാണ്. വിജയുടെ അവസാന സിനിമ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയുടെ അവസാന സിനിമ. അതുകൊണ്ട് തന്നെ ഈ സെൻസർ ബോർഡ് ഇത് പിടിച്ചു വെക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ആശങ്കകൾ, ആരോപണങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായി ഒരു വിധി നൽകിയിരിക്കുന്നത്. ഇത് വിജയ് എത്രത്തോളം സന്തോഷത്തിലായിരിക്കും വിജയുടെ ആരാധകരും അവരുടെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഏറ്റെടുക്കുക? ജനനായകൻ കാണുവാൻ വേണ്ടി തന്നെ വിജയ് ആരാധകർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളോട് ഉൾപ്പെടെ നാട്ടിൽ വരുന്ന വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്രയ്ക്ക് പ്രതീക്ഷയോടെയായിരുന്നു ജനനായകനെ വിജയ് ആരാധകരും അതുപോലെ തമിഴ് ലോകവും വരവേറ്റത്. അപ്പോഴാണ് സിനിമയ്ക്ക് ഇത്ര തരത്തിലുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരുന്നത്. ഇപ്പോൾ കോടതി സെൻസർ ബോർഡ് അനുമതി നൽകണമെന്ന വിധി നൽകിയതോടെ ഏറെ സന്തോഷത്തിലാണ് വിജയ് ആരാധകരും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ. പല തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ സിനിമ അനുമതി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിജയെ സംബന്ധിച്ച്, വിജയുടെ സിനിമ കരിയറിനെ സംബന്ധിച്ച് അവസാന ചിത്രം എന്ന നിലയിലാണ് ജനനായകൻ ശ്രദ്ധ നേടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് അദ്ദേഹം അവസാനമായി ചെയ്ത സിനിമയാണ് ജനനായകൻ. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അനുമതി നൽകാത്തത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം പലതരത്തിൽ സ്റ്റാലിനെ ഉൾപ്പെടെ അതുപോലെ കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അനുമതി നൽകാത്തത് എന്ന ചോദ്യം വിജയ് ആരാധകരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ ആ നടപടിക്കെതിരെ കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡ് UA 60+ സർട്ടിഫിക്കറ്റ് നൽകുകയും പിന്നീട് റിവൈസിംഗ് കമ്മിറ്റിക്കൊക്കെ വിട്ടിയ സിനിമയാണ് ഇപ്പോൾ കോടതി അനുകൂലമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നല്ലോ നേരത്തെ തീരുമാനിച്ചത്. അതനുസരിച്ച് ബുക്കിംഗ് ഒക്കെ വലിയ രീതിയിൽ നടന്നിരുന്നു. 50 കോടി രൂപയുടെ ബുക്കിംഗ് ഓൺലൈനിലൂടെ നടന്നിരുന്നു എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ അതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു, കാരണം റിലീസിംഗ് ഡേറ്റ് മാറ്റിയത് കൊണ്ട്. പക്ഷേ ഇന്ന് ഈ വിധി സമ്പാദിച്ചത് കൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് റിലീസ് നടക്കാനാണ് സാധ്യത. ആ തീയതികളിലേക്കൊക്കെ എപ്പോഴാണ് പോകാൻ സാധിക്കുക? ഈ ഹൈക്കോടതിയുടെ വിധി വന്നു, പക്ഷേ ഇനി സെൻസർ ബോർഡിന്റെ അനുമതി വരാനുള്ള ഒരു കാലതാമസം കൂടി ബാക്കിയുണ്ടാവില്ലേ?
അതെ, ഇനി കോടതിയുടെ വിധിയാണ് വന്നത്. പക്ഷേ കോടതിക്ക് തക്കതായുള്ള അനുമതി നൽകുവാൻ സാധിക്കില്ല. സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടാൻ മാത്രമാണ് കോടതിക്ക് കഴിയുക. സെൻസർ ബോർഡാണ് ഇനിയും സിനിമയ്ക്ക് അനുമതി നൽകേണ്ടത്. നേരത്തെ കൊടുത്ത US 60+ സർട്ടിഫിക്കറ്റിന് പകരം സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതിയാണ് ഇനിയും സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നൽകേണ്ടത്. ഇനിയും ഈ മാസം 14-നോ 24-നോ ആണ് ഇനി സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ദിവസം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ ഇത് അനുമതി നൽകണമെന്നാണ് കോടതി നൽകിയിരിക്കുന്നത്. കാരണം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട ഒരു സിനിമ പ്രക്രിയയാണ്. അതാണ് ഇനി കോടതി വിധി പ്രകാരം സെൻസർ ബോർഡ് മാറ്റി നോർമലായുള്ള ഒരു അനുമതി സിനിമയ്ക്ക് നൽകേണ്ടത്. ഏതായാലും വലിയ സന്തോഷത്തോടെ തന്നെയാണ് വിജയ് ആരാധകരും നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വിധിയെ സമീപിച്ചിരിക്കുന്നത്. വളരെ വാദം തുടങ്ങിയപ്പോൾ മുതൽ വളരെ അനുകൂലമായ തരത്തിലുള്ള പ്രസ്താവനകളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ജനനായകൻ സിനിമയ്ക്ക് ഉണ്ടായത്. കോടതി പല അവസരങ്ങളിലും സെൻസർ ബോർഡിനെ വിമർശിക്കുന്ന ഉൾപ്പെടെ സാഹചര്യമുണ്ടായി. എല്ലാ വിധികൾക്ക് അപ്പുറത്തേക്ക് കോടതി ജനനായകൻ അനുമതി നൽകുമ്പോൾ വലിയ സന്തോഷത്തോടെ തന്നെ ആരാധകർ ഇപ്പോൾ അതിനെ ഹൃദയത്തിലേറ്റുന്നു. പ്രത്യേകിച്ച് വിജയുടെ അവസാന ചിത്രം എന്ന തലത്തിലൊക്കെ ശ്രദ്ധ നേടിയ ജനനായകൻ കാണുവാൻ വേണ്ടി ആരാധകർ ഒന്നടങ്കം ആശിച്ചിരുന്ന അവസരത്തിലാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാതെ സിനിമ തടഞ്ഞു വെച്ചത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ സെൻസർ ബോർഡിന് ഇനിയും അനുകൂലമായ സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാകും. അത് എത്രയും പെട്ടെന്ന് സെൻസർ ബോർഡ് നൽകുന്ന വിധം സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നതായിരിക്കും.